ഹോട്ട് ബോക്സ് ഞാൻ കൊണ്ടുവന്നില്ല. രാവിലെ ഉപ്മാവിനെ ഏതിലാ കഴിച്ച് ചാക്സണും കൂക്സണും ഉത്രേ. അപ്പോൾ ദേ ഈ വീഡിയോ ഞാൻ ജൂലൈ 3 റെക്കോർഡ് ചെയ്തൊരു വീഡിയോ ആണ്. ജൂലൈ 4 എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ 3 കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ അതിൽ കാണിക്കുന്നത്. അപ്പോൾ അതേ മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു 4 ദിവസം മുമ്പ് വേറൊരാളുടെ ബർത്ത്ഡേ കഴിഞ്ഞുള്ളൂ. വേറെ ആരുടെയല്ല, നമ്മുടെ ഐശ്വൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞതേ ഉള്ളൂ. ഞങ്ങൾ 4 ദിവസത്തിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ക്ഷീണം തന്നെ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതേ നമ്മൾ മുരിങ്ങക്കോലൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ജസ്റ്റ് കട്ട് ചെയ്തിട്ടാണ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വേപ്പിലുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് എനിക്കത് എന്താണെന്നറിയില്ല, മൊത്തത്തിൽ ചൊറിയുന്നുണ്ടായിരുന്നു. അതിലെന്തോ കെമിക്കൽ ഉള്ളതുകൊണ്ടാണോന്ന് എനിക്കറിയില്ല. കൈ മൊത്തത്തിൽ ആകെ ഒരു ഇറിറ്റേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. അങ്ങനെ കറിവേപ്പില കൈ കിട്ടിയപ്പോൾ എനിക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. ബാധ കയറിയതുപോലെ ഒരു എഫക്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മളതെല്ലാം അയ്യോ ഞാൻ എന്തൊക്കെയൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മളത് മൊത്തത്തിൽ ഇലകൾ മാത്രം കട്ട് ചെയ്തിട്ട് ഒരു ബോക്സിലിട്ടെടുത്ത് വയ്ക്കായിരുന്നു. അപ്പോൾ അധികം നാളെ ചീത്തയാവാതെ സൂക്ഷിക്കാൻ പറ്റും. നിങ്ങളിങ്ങനെ സൂക്ഷിച്ച് വയ്ക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കുറച്ച് ഉപ്പിലോ മഞ്ഞപ്പൊടിയിലൊക്കെ മുക്കി വെച്ച ശേഷം മാത്രം ചെയ്യുക. അതിൽ കുറേ കെമിക്കൽസും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. അതപ്പോൾ അങ്ങനെ യൂസ് ചെയ്യാതെ ചുമ്മാ ഒറ്റ വാഷിലൊന്നും അത് പോവില്ല. അപ്പോൾ നല്ല രീതിക്ക് അങ്ങോട്ട് ഉപ്പോ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് കഴുകിയ ശേഷം അത് ഉപയോഗിക്കുക. അങ്ങനെ നമ്മൾ ഓരോ സംഭവങ്ങളൊക്കെ ബോക്സിലാക്കി അവസാനം എല്ലാം ഫ്രിഡ്ജിനകത്ത് കുത്തിക്കിട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് രാത്രിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഐഷുൻ്റെ സ്പെഷ്യൽ ചിക്കൻ കറിയായിരുന്നു. ചിക്കൻ ബിരിയാണി അല്ല, ചിക്കൻ കറിയായിരുന്നു. അങ്ങനെ ചിക്കൻ കറി വയ്ക്കുമ്പോൾ ബാക്കിൽ നിന്നിട്ട് ഒരാൾ മോട്ടിവേഷൻ കൊടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ചിക്കൻ കറി വയ്ക്കാനൊക്കെ ആൾ എക്സ്പേർട്ടാണ്. ഞാൻ കുറച്ച് കുക്കുമ്പറും ക്യാരറ്റും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഒരാൾ ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു, അപ്പുറത്തെ ഒരാൾ ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ആ ഗ്യാപ്പിൽ ഞാൻ പോയി റെഡിയായി. ഇങ്ങനെ ഏതാനും മണിക്കൂർ കഴിഞ്ഞാൽ എൻ്റെ 25 വയസ്സായി ഗൈസ്. അത് നമ്മൾ സെയിം കളറാണല്ലോ. അങ്ങനെ 25 വയസ്സാവുകയാണ് ഗൈസ്. എന്താണല്ലേ പ്രായം പോയണ പോക്കി. ഹായ് ഗൈസ്. ബർത്ത്ഡേ കഴിഞ്ഞു. എന്റെ ബർത്ത്ഡേക്ക് വേണ്ടി അവർ കഷ്ടപ്പെട്ട് പറഞ്ഞു വന്നതാണ് ഗൈസ്. ഇല്ല, എനിക്ക് ട്രഫിൾ ഇഷ്ടമല്ല. ചോക്ലേറ്റ് വലിയ താല്പര്യമില്ല. സീരിയസ്ലി ഇഷ്ടക്കുറവല്ല. എനിക്കിങ്ങനെ അധികം സ്വീറ്റായിട്ടുള്ള കേക്കും കാര്യങ്ങളൊന്നും എനിക്കിഷ്ടമല്ല. അപ്പോൾ ഞാനിങ്ങനെ വാനില അല്ലെങ്കിൽ ബട്ടർ സ്കോച്ച് ആ ഫ്ലേവറാണ് എനിക്ക് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. ലൈക്ക് എനിക്ക് മഞ്ഞ കളർ പൊതുവേ ഇഷ്ടമല്ല. പക്ഷേ ആ ദിവസം എനിക്കെന്തോ മഞ്ഞേനോട് വല്ലാത്തൊരു താല്പര്യമായിരുന്നു. എനിക്ക് മഞ്ഞ കളർ മതി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. അപ്പോൾ എല്ലാവരും എന്ത് പറ്റി മഞ്ഞ, എനിക്ക് ചോക്ലേറ്റ് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം അവർക്കെല്ലാം ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ്. അവസാനം എന്ത് ചെയ്യും, നല്ല അടിപൊളിയായിട്ടുള്ളൊരു കേക്കായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു. കഴിക്കാനൊക്കെ മടുപ്പില്ലാതെ സുഖമായി കഴിക്കാൻ പറ്റുന്ന ടേസ്റ്റായിരുന്നു. വാനില ഫ്ലേവറായിരുന്നു. പക്ഷേ അതിൽ ബട്ടർ സ്കോച്ചിൻ്റെയും കൂടെ മിക്സ് വന്നപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അതിലൊരു സംഭവം എഴുതിയിട്ടുണ്ടായിരുന്നു. ഇത്രയും കാലം നമ്മൾ ബർത്ത്ഡേക്കൊക്കെ ഹാപ്പി ബർത്ത്ഡേ മേഘുന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് എഴുതുക. പക്ഷേ ഇത്തവണ ഹാപ്പി ബർത്ത്ഡേ മേഘു മെർഗൾ എന്ന് എഴുതിയപ്പോൾ എനിക്ക് വളരെ സന്തോഷമായിരുന്നു. എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു എന്താണ് ഈ മെർഗൾ എന്നൊക്കെ. ഞാൻ ഇട്ട സമയത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു. മെർഗൾ എന്ന് വെച്ചാൽ ഞാൻ മെർമെയ്ഡ് എന്നൊരു ഉദ്ദേശത്തിലാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ കേക്ക് കിട്ടിയപ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കണമല്ലോ. പിന്നെ അതിൻ്റെ കുറച്ച് പിക്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കേക്കൊക്കെ കട്ട് ചെയ്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുക്കുമായിരുന്നു. പണ്ടൊക്കെ ബർത്ത്ഡേ ആവാന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരിക്കും. നമ്മൾ ആ മാസം തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും. ഡ്രസ്സ് മേടിക്കണം, കേക്ക് മേടിക്കണം, ഏത് കളർ ഇടും, എങ്ങനെ ഏത് ചോക്ലേറ്റ് മേടിക്കുക, സ്കൂളിൽ കൊണ്ട് കൊടുക്കണ്ടേ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ ഇത്തവണ എന്ന് പറയുമ്പോൾ ഇത്തവണ എന്നല്ല, ഒരു 20ക്ക് ശേഷം നമുക്ക് ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലേക്ക് പേടിയാണ്. കാരണം വയസ്സ് കൂടിക്കൂടി വരികയാണല്ലോ ഈശ്വര എന്നുള്ളൊരു ടെൻഷനാണ്. ഞാൻ എന്താ കളർ കേക്ക് വേണം പറഞ്ഞു നിൻ്റെ അടുത്ത്? മഞ്ഞ മിക്സ് ആയിട്ടുള്ള ഒരു കേക്ക്, അതാണ് അത്. കണ്ടില്ലേ? അങ്ങനെ ഞാൻ വീണ്ടും പോയിട്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറിയിട്ട് വന്നിട്ടാണ്. എനിക്ക് ആകെ ഒത്തിരി ശ്വാസം മുട്ടലായിരുന്നു. നമ്മൾ നേരെ ഫുഡ് കഴിക്കാനായിരുന്നു. ചപ്പാത്തിയും ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി എല്ലാവരും കൂടി ഇരിക്കുകയാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ എല്ലാവരും കൂടെ കുറച്ച് വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെയായിരുന്നു. ബർത്ത്ഡേ ആയതുകൊണ്ട് രാവിലെ നേരത്തെ എണീക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നടന്നില്ല. പിന്നെ സാമ്പാറും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കാനുള്ള പണിത്തിരക്കിലായിരുന്നു ഞങ്ങൾ. വൈകുന്നേരം ആയപ്പോൾ കുറച്ച് മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു അടിപൊളി റെസിപ്പി ഞാൻ ഉടനെ ഇടുന്നതായിരിക്കും.